ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ഇന്നൊരു ബ്ലൈൻഡ് ബാഗാണ് മേക്ക് ചെയ്യുന്നത്. പാർട്ട് 1 കാണാത്തവർ പോയി കണ്ടു നോക്കാം. ഇത് പാർട്ട് 3 ആണ്. പാർട്ട് 2 ഇനി പാർട്ട് 3 ഇട്ടതിന് ശേഷമാണ് വരുന്നത്. പാർട്ട് 2ലെ എഡിറ്റിംഗ് ഒന്നും അത്ര പെട്ടെന്ന് നടന്നില്ല, അതുകൊണ്ടാണ് പാർട്ട് 2 പിന്നീട് ഇടുന്നത്. നമ്മൾ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബും ചെയ്ത് ഒന്ന് ലൈക്കും ചെയ്ത് സപ്പോർട്ടും ചെയ്യുക. അത് പ്രത്യേകിച്ച് വലിയ പണിയൊന്നും ഇല്ലാത്ത കാര്യമാണ്. അപ്പോൾ നമുക്ക് നേരെ വിഷയത്തിലോട്ട് വരാം. ഞാൻ ഇത് മേക്ക് ചെയ്യുന്നത് ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ തന്നെ പറഞ്ഞുതരാം. A4 ഷീറ്റ് എടുക്കുക, അല്ലെങ്കിൽ നോർമൽ പേപ്പർ എടുക്കുക. സൈസ് കുറേന്നേ ഉള്ളൂ നോർമൽ പേപ്പറിന്, എന്നാലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ എടുക്കാൻ പറ്റും. എന്നിട്ട് നമുക്കതിനെ ഫോൾഡ് ചെയ്യാം. അതിലോട്ട് നമുക്ക് നമുക്ക് വേണ്ട ഏകദേശം ഒരു രൂപം നമുക്ക് മനസ്സിൽ കാണുമല്ലോ, അതിനെ ട്രേസ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ഡ്രോ ചെയ്ത് എടുക്കാം. ഈ ഡ്രോ ചെയ്യുന്ന സമയത്ത് നമ്മൾ സ്കെച്ച് ലൈറ്റായിട്ട് വേണം കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ ഒരു വൃത്തികേടായിട്ട് ഇരിക്കും മായ്ക്കുന്ന സമയത്ത് അത് തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇതെല്ലാവരും ശ്രദ്ധിക്കുക. എന്നിട്ട് ബാക്കിൽ ഇത് ഒരു ട്യൂട്ടോറിയലാണ് കേട്ടോ, കൊള്ളാമെങ്കിൽ പറയണേ. ബാക്കിൽ ഞാൻ എഡിഷനാണ് എഴുതിയിട്ടുള്ളത്. എഡിഷൻ വേറൊന്നുമില്ല, കോമൺ, റെയർ, അൺകോമൺ, എപ്പിക്, ലെജൻഡറി, അൾട്രാ റെയർ, ഇത്രയാണ് എഴുതിയിട്ടുള്ളത്. പിന്നെ ഏത് എഡിഷനാണെന്നും കൂടെ എഴുതണമല്ലോ, എനിക്ക് സ്പേസ് വെറുതെ ഇട്ടിക്കാൻ തോന്നില്ല. അപ്പോൾ നമുക്ക് വേണ്ട കളേഴ്സ് നമുക്ക് അവിടെയൊക്കെ ഡ്രോ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഫുള്ളായിട്ട് ഒന്ന് ടേപ്പ് ചെയ്യാം. ഞാൻ ബാക്കിൽ ലൈക്ക് ഇറ്റ് ഓർ നോട്ട് എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട്. ലൈക്ക് ഓർ നോട്ട് ലാസ്റ്റ്, അത് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി. അതത്ര നിർബന്ധം ഉണ്ടെന്നൊന്നുമില്ല. അപ്പം ഇത് സിമ്പിൾ കാര്യമാണ് ഈ ഇത്ര ഒരു പോർഷൻ വന്നിട്ട്. അപ്പം എന്തായാലും എന്നും പറയുന്നത് പോലെ തന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്നിട്ട് ടേപ്പ് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ചെയ്യാൻ മറക്കല്ല. അപ്പോൾ ഓക്കെ, ബൈ.